ഇതാണ് മാഗ്നട്രോൺ മൈക്രോവേവ് ഓവനിലെ പ്രധാന ഘടകം. നമ്മൾ മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം ഹീറ്റ് ആവുന്നത് പുറത്തുനിന്നുള്ളൊരു എക്സ്റ്റേണൽ ഹീറ്റ് കൊടുത്തിട്ടല്ല. സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടോ കനലിൽ വെച്ചോ ആവിയിൽ വെച്ചോ തീയിൽ വെച്ചോ ഒക്കെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. അതാണ് എക്സ്റ്റേണൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് പാകം ചെയ്യുന്ന രീതി. എന്നാൽ മൈക്രോവേവ് ഓവനിൽ ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഒരു ഗണ്ണ് വഴി റേഡിയേഷൻ കടത്തിവിട്ട് അതിലെ വാട്ടർ മോളിക്യൂളുകളെ വളരെ ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യിക്കും. ഇങ്ങനെ ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ മൂലം ഒരു ഹീറ്റ് അവിടെ ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഹീറ്റാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു ഭക്ഷണ പദാർത്ഥത്തിലെ എല്ലാ ഭാഗവും ഒരേപോലെ ഹീറ്റ് ആവുന്നതിനാൽ അകവും പുറവും ഒരേ ഹീറ്റ് ആയിരിക്കും. അതാണ് മൈക്രോവേവിൽ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ഒരു ഗുണമുള്ള കാര്യം. വളരെ ഉയർന്ന വോൾട്ടേജ് ഇതിൻ്റെ കണക്ഷൻ പിന്നുകളിലേക്ക് നൽകിയാണ് വേവുകൾ ഉണ്ടാക്കുന്നത്. ക്യാബിനകത്ത് നിന്ന് മൈക്രോവേവ് പുറത്ത് കടക്കാതിരിക്കാൻ ക്യാബിന് ചുറ്റും മെറ്റൽ ഷീറ്റുകൾ ഉണ്ടാവും. ഡോറിലും മെറ്റൽ ഷീറ്റുകൾ കാണും. 2 ഫെറൈറ്റ് റോഡിന് നടുക്ക് ഒരു കോയിൽ വെച്ചിട്ടാണ് മൈക്രോവേവ് നിർമ്മിക്കുന്നത്. നിർമ്മിക്കപ്പെട്ട വേവ് ചുറ്റും പ്രസരിച്ചു പോവാതെ ഗണ്ണിലൂടെ മാത്രം പുറത്തേക്ക് വരാൻ വേണ്ടി ചുറ്റിനും മെറ്റൽ ഷീറ്റ് ഫോയിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ മാഗ്നട്രോണിലേക്കുള്ള കണക്ഷൻ കട്ടാവും. എന്തെങ്കിലും തകരാറ് മൂലം മാഗ്നട്രോൺ കട്ട് ഓഫ് ആവാതിരുന്ന ശരീരത്തിലും കൈക്കൊക്കെ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ഓവനിൽ നിന്ന് ഭക്ഷണം പുറത്തെടുക്കുമ്പോൾ പ്രത്യേകം ഗ്ലൗസുകളോ പ്ലക്കറുകളൊക്കെ ഉപയോഗിക്കണം.